നമസ്തേ, ഹരി ഓം. പ്രിയ ഗുരുജിക്കും പ്രിയ സാധക വൃന്ദത്തിനും ദാസനെ ശ്രവിക്കുന്ന എല്ലാ ഭക്തോത്തമന്മാർക്കും ഭക്തോത്തമകൾക്കും ദാസൻ്റെ ആത്മീയ പ്രണാമം. നമ്മൾ കബീർദാസ് ജിയിലൂടെ സഞ്ചരിക്കുകയാണ്. ആത്മീയ യാത്രയിലെ പാഥേയങ്ങളാണ് കബീർദാസിൻ്റെ ദോഹകളെല്ലാം. എന്തുകൊണ്ടാണ് അങ്ങനെ അത് പാഥേയങ്ങളായി ഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, മുൻപേ നടന്ന് അറിയേണ്ടതിനെയെല്ലാം അറിഞ്ഞ് ആ ധ്യാനസ്ഥിതിയിലിരുന്നു കൊണ്ട് നമ്മളോട് അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്നതെല്ലാം യാഥാർത്ഥ്യങ്ങളുടെ കലവറയായി മാറുന്നത് കൊണ്ടാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭക്തിയുടെ പരമാനന്ദത്തിലെത്തുന്ന ഒരു കവിത. ഇവിടെ മറ്റുള്ള കബീർദാസ് ജിയുടെ കവിതകളിൽ നിന്നുള്ള ഒരു വ്യത്യാസം, നമുക്ക് ഇന്നത്തെ ലോകത്തെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്ന അനുഭവങ്ങൾക്ക് അനുഭവസ്ഥരായ സാധകരും ഋഷീശ്വരന്മാരും കൊടുക്കുന്ന ചില വാക്കുകളുണ്ട്, നാമങ്ങളുണ്ട്. ആ വാക്കുകളെ, നാമങ്ങളെ ഉപരിതലത്തിൽ വെറും വാക്കുകളായി അതിന് അർത്ഥങ്ങൾ ഗണിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇതിനുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഈ ദോഹ പൂർണ്ണമായി കേൾക്കുമ്പോൾ അങ്ങനെയുള്ള എത്രയോ വാക്കുകളാണ്, ആത്മാനുഭവങ്ങളുള്ള വാക്കുകളാണ് വെറും വാക്കുകളായി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. തീർച്ചയായും ഒരു സാധകൻ്റെ ആത്മീയ പാതയുടെ സഞ്ചാരമാണ് ഈ ദോഹയും കവിതയും. വളരെ സൂക്ഷ്മമായി ഒരു സാധകൻ അവനിൽ എന്താണ് മാർഗതടസ്സം എന്ന് ആലോചിച്ചാൽ അവന് മനസ്സിലാകും, അവൻ്റെ ഭയമാണ് അവൻ്റെ മാർഗത്തിൽ ഒന്നാമത്തെ തടസ്സമായി നിലനിർത്തുന്നത് എന്ന് മനസ്സിലാകും. ഭയം എന്ന് പറയുമ്പോൾ പരിതസ്ഥിതിയോടെയുള്ള അവൻ്റെ ഭയം, താൻ സാധനയിലേക്ക് വരുമ്പോൾ മറ്റുള്ളവർക്ക് സംഭവിക്കാവുന്ന സ്വഭാവ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രതികരണത്തിലുള്ള വ്യത്യാസങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ നാളെക്കുറിച്ചുള്ള ഒരു ഉൾഭയം. അങ്ങനെ അടിസ്ഥാനപരമായി ഭയമാണ് ഒരു സാധകൻ്റെ ഏറ്റവും വലിയ മാർഗതടസ്സമായി ഭവിക്കുന്നത്. അങ്ങനെയുള്ള ആ മാർഗതടസ്സത്തെ എങ്ങനെയാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത് എന്നാണ് നമ്മളോട് ഈ ഭക്തകവി ഓർമ്മിപ്പിക്കുന്നത്. നമുക്കറിയാം, താമര പങ്കജം വിടരുന്നത് ചെളിയിൽ നിന്നാണ്. ചെളി ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതല്ല. നെഗറ്റിവിറ്റിയാണ് ആ മണ്ണെങ്കിൽ, ആ ചെളിയെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഏറ്റവും വലിയ ക്രിയേറ്റിവിറ്റിയാണ്, പോസിറ്റിവിറ്റിയാണ് ആ പത്മവും അതിൻ്റെ ദളവും അതിൻ്റെ വിരിയലും അതിൻ്റെ മണവും എല്ലാം. അപ്പോൾ ശരിക്കും ആ സ്ഥിരസ്ഥിതമായ പത്മത്തിലേക്ക് ഒരു സാധകൻ എത്തിച്ചേരുന്നത് ഇങ്ങനെയുള്ള അഴുക്കിൽ നിന്നാണെങ്കിൽ എങ്ങനെയാണ് ഈ മാറ്റം സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ആ യാത്രയിൽ ഒരു വൃക്ഷം, നമുക്കറിയാം, വനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വൃക്ഷവും ഇപ്പോഴത്തെ കൂട്ട് ടിഷ്യൂ ഉൽപാദനം നടത്തിയല്ല അതിൻ്റെ അടുത്ത തലമുറയെ ഉണ്ടാക്കുന്നത്. സ്വതസിദ്ധമായ രീതിയിൽ ആ വൃക്ഷത്തിൽ നിന്ന് വീഴുന്ന
വിത്തുകളാണ് അതിൻ്റെ അടുത്ത തലമുറയായി ഭവിക്കുന്നത്. അങ്ങനെ ആ അടുത്ത തലമുറയായി അത് ഭവിക്കണമെങ്കിൽ അത് വീഴുന്നത് ഫലഭൂഷ്ടമായ ജൈവാവസ്ഥയിലേക്കായിരിക്കണം. ആ വിത്ത് വീഴുന്നത് ശുദ്ധമായ കാലാവസ്ഥയിലേക്കായിരിക്കണം. ആ വിത്ത് വീഴുന്നത് വേരോടാൻ മൃദുത്വമുള്ള മണ്ണിലേക്കായിരിക്കണം. ഒരു സാധകനും ഇതുപോലെ തന്നെയാണ്. അവൻ്റെ ഉള്ളിൽ അവൻ ആത്മീയതയുടെ സാധനയുടെ ഈ വിത്ത് വിതയ്ക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഈ അവസ്ഥകളെല്ലാം ഉണ്ട്. അവൻ്റെ ഉള്ളിൽ ആത്മീയമായ ഫലഭൂയിഷ്ഠതയുണ്ട്. അത് വളരാൻ അനുവദനീയമായ ജൈവാവസ്ഥകളുണ്ട്. ഈ അവസ്ഥകളെല്ലാം അവൻ്റെ ഉള്ളിലുണ്ടെങ്കിലും എല്ലാ സാധകരിലും എന്ന് മാത്രമല്ല, എല്ലാ മനുഷ്യരിലും അനുകൂലമായ ഈ ഘടകങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് എല്ലാ മനുഷ്യരും സാധകരാകാത്തത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. തൻ്റെ ഉള്ളിലുള്ള ഈ ആത്മീയ വിത്ത് വളർന്നു വരുവാൻ, പൊട്ടിമുളയ്ക്കുവാൻ, വളർന്നു വരുവാൻ ഉതകുന്ന എല്ലാ കോമ്പിനേഷൻസും നമ്മളിൽ തന്നെ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യം വരേണ്ടതുണ്ട്. ആദ്യം ആ ബോധ്യപ്പെടുത്തലിനെ അറിഞ്ഞ് അനുഭവിച്ച് അതിന് അതീതമായി വളർന്നു പോയ ഒരസ്തിത്വം നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് പാഥേയങ്ങൾ നൽകുവാൻ. ആ പാഥേയ ദാതാവിനെയാണ് നമ്മൾ ഗുരു എന്ന വിശ്വനാമത്തിൽ അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെ ഒരു ഗുരുത്വം നമ്മളിൽ ഭവിച്ചാൽ നമ്മളിൽ നമ്മുടെ പത്മം ഉണരുവാനുള്ള എല്ലാ കാലാവസ്ഥയും അനുയോജ്യമായ രീതിയിൽ, അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അനുയോജ്യമായ കാലാവസ്ഥയിൽ, ജൈവാവസ്ഥയിൽ, ഫലഭൂയിഷ്ഠതയിൽ എല്ലാം അറിഞ്ഞ ഗുരു ആ വിത്ത് വിതയ്ക്കുകയും അതിനെ മുളപ്പിച്ച് സഹസ്രാരത്തിലേക്ക് എത്തിച്ച് ആ പത്മം വിരിയിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഗുരുക്കന്മാരെ കിട്ടുകയാണ് ഓരോരുത്തരിലും വിതച്ചിരിക്കുന്ന ആ വിത്ത് വളർന്നു വരുവാനുള്ള സാധ്യത ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള പ്രതിലോമ വഴികളെ, നെഗറ്റീവായ ചിന്തകളെ പുനർനിർണയിച്ച് തന്മാത്ര ഊർജപ്രവാഹം തന്നെ സൃഷ്ടിച്ച് അതിനെ ആ ഏകത്വത്തിലേക്ക് നയിക്കുമ്പോഴാണ് ശരിക്കും നമുക്കവിടെ നിശ്ചലത്വത്തിൻ്റെ അപരിമേയമായ സാന്നിധ്യം ഉറപ്പാകുന്നത്. ആ നിശ്ചലത്വത്തെ അറിഞ്ഞനുഭവിക്കുമ്പോഴാണ് സാധകൻ സാധനയിലൂടെ വളർന്നു എന്നോ അല്ലെങ്കിൽ നാമരൂപഭേദങ്ങൾക്ക് അതീതമായ ആ നിശ്ചലാവസ്ഥയെ പ്രാപിച്ചു എന്നും പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് കബീർദാസ് ജി പറയുന്നത് ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്, ഇത് നിങ്ങൾ തിരിച്ചറിയണം. അതാണ് ഈ ദോഹ നമ്മളോട് പറയുന്നത്. നിർഭയ നിർഗുണ ഗുണരേഗാവുങ്ക മൂല കമൽ ദൃഢ ആസാൻ ബാന്തുംചി ഉൾട്ടി പവൻ ചടാവുങ്ക നിർഭയ നിർഗുണ मन ममद को तिरकर लूं जी पांचों तत्व मिलाऊंगा निर्भय निर्गुण इंगल पिंगल सुखमन्नाडी त्रिवेणी पे हम नहाऊंगा निर्भय निर्गुण पांच पच्चीसों पकड़ मांगूं जी एक ही दौर
लगाऊंगा निर्भय निर्गुण, शून्य शिखर पर अनहद बाजे जी, रागम चत्ती सुनाऊंगा निर्भय निर्गुण, कहत कबीरा सुनो भाई साधो जी, जीत निशान बुराऊंगा निर्भय निर्गुण. निर्भय निर्गुण गुणरे गाऊंगा. നിർഭയനായി നിർഗുണമായിരിക്കുന്നതിനെ കുറിച്ച് ഞാൻ സത്യാത്മകമായ സംഗീതം പൊഴിക്കും എന്നാണ് നമ്മളോട് കബീർദാസ് ജി പറയുന്നത്. കബീർജി അങ്ങനെ പറയുമ്പോൾ നിർഭയനായി നിർഗുണമായിരിക്കുന്ന ഒന്നേ ഒന്നുള്ളൂ, അത് ബ്രഹ്മമാണ് എന്ന് നമ്മൾ കേട്ടുകേൾവിയുണ്ട്. അനുഭവിച്ചറിഞ്ഞെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾക്ക് കേട്ടുകേൾവിയുണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങനെ ആ ബ്രഹ്മത്തെക്കുറിച്ചാണ് തൊട്ടു തൊടിയിച്ചുകൊണ്ട് കബീർജി നമ്മളിലേക്ക് വരുന്നത്. ആ ഗുണവിശേഷങ്ങളില്ലാത്ത ബ്രഹ്മം, ആ ബ്രഹ്മത്തിൻ്റെ ഗുണവിശേഷങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ എനിക്ക് ആ ഗുണവിശേഷങ്ങൾ പറഞ്ഞു തരണമെങ്കിൽ നിർഭയനായിരിക്കണം. ഭയരഹിതനായാൽ മാത്രമേ ഗുണവിശേഷങ്ങളില്ലാത്ത ബ്രഹ്മത്തിൻ്റെ ഗുണവിശേഷങ്ങൾ നമുക്ക് പറയാൻ കഴിയൂ എന്നർത്ഥം. അങ്ങനെ നിർഭയനാകണമെങ്കിൽ എന്തു വേണം എന്ന് ചോദിച്ചാൽ വലിയ കാര്യമൊന്നും വേണ്ട, നമ്മുടെ ഉള്ളിൽ നിഷ്കളങ്കത ഉണ്ടാവണം. നിഷ്കളങ്കത ഉണ്ടാവുമെങ്കിൽ, നിഷ്കളങ്കത നമ്മുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ, നിഷ്കളങ്കത നമ്മുടെ ഉള്ളിൽ 50% മുകളിലാണെങ്കിൽ, അത്രയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും നിർഭയനായി ചരിക്കും. ഇനി നിഷ്കളങ്കത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ നമ്മളിലെ കർമ്മം സത്യമായിരിക്കണം. ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം സത്യമായിരിക്കുന്നവന് മാത്രമേ നിഷ്കളങ്കനായി ഇരിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ നിഷ്കളങ്കനായി കർമ്മം സത്യസന്ധമായി മാറണമെങ്കിൽ ഒറ്റ വ്യവസ്ഥയേ ഉള്ളൂ, കർമ്മം ഫലേച്ഛിതമാകരുത്. നാം ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്ക് ഫലമുണ്ടാക്കണം എന്ന് മാത്രം നമ്മൾ ആഗ്രഹിക്കാതെ സമാജത്തിൻ്റെ സേവനത്തിന് വേണ്ടി, സത്യത്തിൻ്റെ നേർസത്യത്തിൻ്റെ സേവനത്തിന് വേണ്ടി നമ്മൾ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഫലേച്ഛ ഉണ്ടാകില്ല. ഇനി ആ ഫലേച്ഛ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ ഒരു കാര്യം തീർച്ചയായും അറിഞ്ഞിരിക്കണം, നമ്മൾ ചെയ്യുന്നതല്ല ഈ കർമ്മങ്ങളൊന്നും എന്നും, എല്ലാ കർമ്മങ്ങളും അതിൻ്റെ പിതൃത്വവും അതിൻ്റെ കർത്തൃത്വവും ഭഗവാനിലേക്ക്, നിത്യസത്യത്തിലേക്ക് നമ്മൾ സമർപ്പിക്കണം. അങ്ങനെ ഭഗവാനിൽ, നിത്യസത്യത്തിൽ കർമ്മത്തിൻ്റെ കർത്തൃത്വം സമർപ്പിച്ച് ഫലേച്ഛ കൂടാതെ സത്യസന്ധമായ കർമ്മം ചെയ്യുന്നവനാണ് ആത്മധൈര്യം ആർജിക്കുന്നത്. അങ്ങനെ ആത്മധൈര്യം ആർജിക്കുന്നവന് വേണ്ടിയുള്ളതാണ് ബ്രഹ്മത്തിൻ്റെ ഗുണവിശേഷങ്ങളില്ലാത്ത ഗുണവിശേഷങ്ങൾ പറയാൻ വിധിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനെന്തു വേണം എന്ന് ചോദിച്ചാൽ, ഒരു സാധകൻ സംശയരഹിതനായിരിക്കണം, അവനിൽ സമർപ്പണമുണ്ടായിരിക്കണം. എങ്ങനെയാണ് സംശയരഹിതനായിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, 2 മോഷ്ടാക്കൾ ഒരു ക്ഷേത്രത്തിൽ മോഷ്ടിക്കുവാൻ പോയി. മോഷ്ടിക്കാൻ ചെന്നപ്പോൾ ബലമുള്ള താഴിട്ടാണ് കതക് പൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് കതക് പൊളിക്കാൻ പറ്റില്ല, പൂട്ട് പൊളിക്കാൻ പറ്റില്ല എന്ന് ബോധ്യമായി. ഒരാളുടെ തോളിൽ ചവിട്ടി നിന്ന് അടുത്താൾ മുകളിൽ കയറി അദ്ദേഹം പിടിച്ച് സഹായിച്ച് അടുത്താളെ മുകളിലെത്തിച്ചു. ഓട് പാകിയതാണ്. ഓടിളക്കി നോക്കിയപ്പോൾ ആദ്യത്തെ ആൾക്ക് സന്തോഷമായി. കാരണം ചവിട്ടി ഇറങ്ങാൻ അവിടെ പടിയുണ്ട്. അവന് വളരെ സന്തോഷമായി. അടുത്ത ആൾക്ക് ഭയം അവനെ ഗ്രസിച്ചു. കാരണം അവൻ നോക്കുമ്പോൾ താഴെ ഇരിക്കുന്നത് മൂർത്തിയാണ്. മൂർത്തിയെ ചവിട്ടി വേണം ഞാൻ താഴെ ഇറങ്ങാൻ.
ആദ്യത്തെ ആൾ നോക്കിയപ്പോൾ അവിടെ ഇരിക്കുന്നത് തനിക്കിറങ്ങാനുള്ള എന്തോ ഒരു സാധനമാണ്, പടിയാണ് എന്നാണ് അവൻ ധരിച്ചത്. ആദ്യം ഇറങ്ങിയവൻ ഒരു ഡൗട്ടും ഉണ്ടായില്ല, ഒരു സംശയവും ഉണ്ടായില്ല. അവൻ മൂർത്തിയെ ചവിട്ടി താഴെ ഇറങ്ങി. അവൻ സ്വസ്ഥമായി താഴെ എത്തി. രണ്ടാമത്തെ ആൾ വിചാരിച്ച് എന്തായാലും ഞാൻ മൂർത്തിയല്ലേ ചവിട്ടുന്ന, ഒരു കാര്യം ചെയ്യാം, ഇല ഇട്ടിട്ട് മൂർത്തിയെ, അതായത് മൂർത്തിയുടെ മുകളിൽ ഇല ഇട്ട് അപ്പോൾ മൂർത്തിയുടെ മുകളിൽ ചവിട്ടണ്ട, ഇലയുടെ ചവിട്ടിൽ ആ പാവം നമുക്ക് കിട്ടത്തില്ലല്ലോ ഇലയിൽ ചവിട്ടിയാൽ എന്ന് വിചാരിച്ച് അവൻ ഇല ഇടിയിപ്പിച്ചിട്ട് അതിന് മുകളിൽ ചവിട്ടി ഇറങ്ങി. അന്നേരം ഹാർട്ട് അറ്റാക്ക് വന്നു, മരിച്ചു. തൻ്റെ കർമ്മങ്ങളിൽ സംശയരാഹിത്യമുണ്ടാകണം, ഏത് കർമ്മമായാലും. 2, സമർപ്പണമുണ്ടാകണം. സമർപ്പണം നമുക്കറിയാം, നമ്മളോട് ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ബ്രാഹ്മണൻ്റെയും ഒരു ഇറച്ചിവെട്ടുകാരൻ്റെയും കഥ നമുക്കെല്ലാവർക്കും അറിയാം. ഇറച്ചിവെട്ടുകടയുടെ മുമ്പിൽ കൂടെയാണ് ബ്രാഹ്മണൻ ദിവസവും ശാന്തിക്ക് പോകുന്നത്. അപ്പോഴൊക്കെ വളരെ വൃത്തിയായ രീതിയിൽ തൻ്റെ ഉപഭോക്താവിന് ഉപയോഗിക്കത്തക്ക രീതിയിൽ ഇറച്ചി പീസാക്കി എല്ലുകളൊക്കെ മാറ്റി വൃത്തിയായി പാക്ക് ചെയ്ത് കൊടുക്കുന്ന കാഴ്ചയാണ് ബ്രാഹ്മണൻ കാണുന്നത്. അപ്പോൾ ബ്രാഹ്മണൻ മനസ്സിലേക്കിനെ വിചാരിക്കുക, ഇവൻ എന്തൊരു ദുഷ്ടൻ, ഇങ്ങനെ ചെയ്യാമോ? ഈ വിചാരത്തോടു കൂടിയാണ് ബ്രാഹ്മണൻ ക്ഷേത്രത്തിൽ ചെല്ലുന്നത്. ഭഗവാനെ ബ്രാഹ്മണൻ ആരാധിക്കുമ്പോഴും അവൻ്റെ ഉള്ളിലെ ചിന്ത ഇറച്ചിയും ഇറച്ചിവെട്ടുകാരനുമാണ്. കാലം കഴിഞ്ഞപ്പോൾ 2 പേരും മരിച്ചു. ചിത്രഗുപ്തൻ കണക്ക് പുസ്തകമെടുത്തു, വായിച്ചു. ബ്രാഹ്മണനെ നരകത്തിലോട്ട് വിട്ടു, ഇറച്ചിവെട്ടുകാരനെ സ്വർഗത്തിലോട്ടും വിട്ടു. സ്വാഭാവികമായും തൻ്റെ അവകാശം നിഷേധിക്കുമ്പോഴുള്ള പ്രതിഷേധം ബ്രാഹ്മണനും പ്രകടിപ്പിച്ചു. അദ്ദേഹം ചിത്രഗുപ്തനോട് ചോദിച്ചു, എന്തിനാണ് അങ്ങനെ നരകത്തിൽ വിടുന്നത്? ഒരു ജന്മം മുഴുവനും ഞാൻ അങ്ങേക്ക് പൂജ കഴിച്ചില്ലേ? ഒരു ജന്മം മുഴുവനും ജീവനെ ഹിംസിച്ച ഇറച്ചിവെട്ടുകാരനെ അങ്ങ് സ്വർഗത്തിലേക്കും, ഒരു ജന്മം മുഴുവൻ അങ്ങയെ ആരാധിച്ച, അങ്ങയുടെ ഭഗവാനെ ആരാധിച്ച എന്നെ അങ്ങ് നരകത്തിലേക്കും വിടുന്നു. ഇത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ശരിക്കും ഇറച്ചി വെട്ടിയത് നിങ്ങളാണ്, ശരിക്കും സേവ ചെയ്തത് ഇറച്ചിവെട്ടുകാരനാണ്. അതുകൊണ്ടാണ് ഇറച്ചിവെട്ടുകാരനെ ഞാൻ സ്വർഗത്തിലേക്ക് വിടുന്നത്, നിങ്ങളെ നരകത്തിലേക്കും വിടുന്നത് എന്ന്. അപ്പോൾ എത്രമാത്രമാണ് ആ പൂജാരി തൻ്റെ കർമ്മങ്ങളിൽ സമർപ്പണം ചെയ്തിരുന്നത്? ആ ഇറച്ചിവെട്ടുകാരൻ എത്രമാത്രമാണ് ആ ഇറച്ചിവെട്ടുകാരൻ്റെ കർമ്മം ഏതോ ആകട്ടെ, ആ കർമ്മത്തിൽ സമർപ്പണം. ഈ സമർപ്പണം ഉള്ളവനാണെങ്കിൽ അവൻ്റെ കർമ്മങ്ങളിൽ സംശയാതീതനായി അവൻ മാറും. അങ്ങനെ മാറുന്നവർക്ക് മാത്രം ഉള്ള വഴിയാണ് നിസ്സംശയമായി, സംശയരഹിതമായി സമർപ്പണത്തിലൂടെ കർമ്മം ചെയ്യുമ്പോഴാണ് ഒരു സാധകൻ അവൻ്റെ വഴി വളരെ സൂക്ഷ്മമായി സൗകര്യപ്രദമായി തിരഞ്ഞെടുത്തു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇനി അങ്ങനെ തിരഞ്ഞെടുക്കണമെങ്കിൽ, ആ നിസ്സംശയത്വം നമ്മളിൽ വരണമെങ്കിൽ, ആ സമർപ്പണം നമ്മളിൽ അറിയണമെങ്കിൽ, അവിടെ കർമ്മമറിഞ്ഞവനെ തന്നെ നമ്മൾ ശരണം പ്രാപിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഗുരുവിൽ ശരണം പ്രാപിക്കുന്നത്. നമ്മളുടെ പ്രതിലോമ ചിന്തകളെയും ലോമചിന്തകളെയും തിരിച്ചറിഞ്ഞ് പ്രതിലോമത്തിൽ നിന്ന് ലോമത്തിലേക്ക് നയിച്ച് ആ ലോമത്തിലൂടെ എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തിക്കുന്ന കർമ്മമറിഞ്ഞ അസ്തിത്വമാണ് ഗുരു. അപ്പോൾ ആ ഗുരുവിൽ ശരണം പ്രാപിക്കുന്നവന് നേരത്തെ പറഞ്ഞ നിർഭയത്വം സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഫീഡ് ചെയ്യപ്പെടും എന്നർത്ഥം. മൂല കമൽ ദൃഢ ആസാൻ ബാന്തുംജി ഉൾട്ടി പവൻ ചടാവൂങ്കി. ഇങ്ങനെ നമ്മൾ വിചാരിക്കുക, ഒരു പാറപ്പുറം നമ്മളിലേക്ക് സങ്കല്പിച്ചെടുക്കുക, ഒരു വലിയ പാറയുടെ മുകൾ ഭാഗം. അവിടെ നമുക്കൊന്നിരിക്കണം, നമ്മുടെ കയ്യിൽ ഒരു കസേരയുണ്ട് എന്ന് വിചാരിക്കുക. എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ആദ്യമേ നമ്മൾ കൊണ്ടുപോയി കസേരയിട്ട് ഇരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ മറിഞ്ഞു വീണിരിക്കും. മറിച്ച് ആ കസേര
ആ പാറപ്പുറത്ത് എവിടെയാണ് അനുയോജ്യമെന്ന് പല പ്രാവശ്യം കസേര തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ആ കസേര അവിടെ ഇരിക്കുന്നു എന്ന് പൂർണ്ണമായി സ്ഥിതമായി എന്ന് ബോധ്യം വരുന്ന ഒരവസരത്തിൽ മാത്രമേ ആ കസേര അവിടെ വയ്ക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ സ്ഥിരസ്ഥിതമായ ആ പീഠത്തിൽ, ആ കസേരയിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ കണ്ണടച്ചിരുന്നാലും കണ്ണ് തുറന്നിരുന്നാലും നമ്മൾ വീഴുമോ എന്ന ഉൾഭയം നമ്മളിൽ ഉടലെടുക്കില്ല. അങ്ങനെ ഇരിക്കുന്നതിന് യോഗയിൽ പറയും ആസനശുദ്ധി വേണം. ആസനശുദ്ധി പ്രാപ്യമാക്കി വരുമ്പോഴാണ് ആ യോഗി സുഖാസനത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ ഒരു യോഗയിൽ എങ്ങനെയാണോ ആ യോഗി അവൻ്റെ ആസനശുദ്ധിയിലൂടെ സുഖാസനത്തിലെത്തുന്നത്, അതേപോലെ ഒരു സാധകനെ സംബന്ധിച്ചും അവന് ഒരിരിപ്പിടമുണ്ടാകണം. അതാണ് ആദ്യം. അപ്പോൾ സാധകന്റെ ഇരിപ്പിടം എന്താണ്? എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഇരുന്നാൽ മതിയോ? അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഒരു സാധകനെ സംബന്ധിച്ച് അവൻ്റെ ഉള്ളിലെ സ്ഥിരസ്ഥിതമായ മനോനിലയാണ് അവൻ്റെ ഇരിപ്പിടം എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഹരേ രാമ ജപിക്കുമ്പോൾ കാർത്യായനിയെ അരിവെന്തോ എന്ന് നോക്കിക്കോണേ എന്ന് പറയുന്ന അവസ്ഥയിലാകും ഇല്ലെങ്കിൽ നമ്മൾ. അങ്ങനെയുള്ള സ്ഥിരസ്ഥിതമായ ഒരാസനം, ഇരിപ്പിടം ഒരു സാധകന് വളരെ അത്യാവശ്യമാണ്, ആത്യന്തികമാണ് എന്നുള്ളത് കൊണ്ട് അതിനെയാണ് മൂലപത്മം എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണോ ഒരു യോഗാചാര്യൻ, ഒരു യോഗി സുഖാസനത്തിലിരിക്കുന്നത്, അതേപോലെ ഒരു സാധകൻ അവൻ്റെ മൂലപത്മത്തിൽ സ്ഥിരസ്ഥിതനാകുമ്പോഴാണ് അവൻ സാധന ആരംഭിക്കുവാൻ, ധ്യാനസ്ഥിതനാകുവാൻ ആരംഭിക്കുന്നത്. അങ്ങനെ വരണമെങ്കിൽ, അങ്ങനെ ഇരിപ്പുറയ്ക്കണമെങ്കിൽ നമുക്ക് ചില സങ്കല്പങ്ങൾ വേണം, ഭാവനകൾ വേണം. തൻ്റെ ഗുരുവിനോട് തനിക്കുള്ള വീക്ഷണം, തനിക്കുള്ള സങ്കല്പമാണ് അടുത്ത ഏറ്റവും പ്രധാനമായി വരുന്നത്. ഗുരുദാസിനെ സംബന്ധിച്ച് ദാസ്യം സ്വീകരിക്കുമ്പോൾ ഗുരു യജമാനനാകുന്നു. ചോദ്യം ചെയ്യപ്പെടാത്ത അനിഷേധ്യനായ യജമാനനാണ് ഗുരു എന്ന് ഗുരുദാസ് സങ്കല്പിക്കുമ്പോൾ മിഥിലേഷ് ജി മാതൃഭാവത്തിലാണ് ഗുരുവിനെ കാണുന്നത്. ശരത് ജി ആത്മമിത്രമായി കാണുന്നു. ബാലുജി എങ്ങനെയൊക്കെ കാണുന്നു എന്ന് ദാസൻ അറിയത്തുമില്ല. അപ്പോൾ അങ്ങനെ ഗുരുവിനെ കാണുവാൻ ഓരോ വീക്ഷണമുണ്ടായിരിക്കണം ഓരോ സാധകനും. ഗുരുവിനെ ഗുരുവായി കാണുന്നവരുമുണ്ട്, ഗുരുവിനെ ഗുരുവായി തന്നെ കാണുന്നവരുമുണ്ട്. അവർക്ക് ഇതെല്ലാം ഒരേ സമയത്ത് അനുഷ്ഠിക്കേണ്ടി വരും. ഒരു പിതാവിൻ്റെ കർമ്മവും ഒരു മാതാവിൻ്റെ ധർമ്മവും ഒരു മിത്രത്തിൻ്റെ ധർമ്മവും എല്ലാം ഒരേപോലെ തന്നെ സന്നിവേശിപ്പിക്കുമ്പോഴാണ് ഒരു ഗുരുവിനെ ഗുരുവായി തന്നെ കാണുവാനുള്ള കഴിവ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്ഥിരസ്ഥിതമാകണമെങ്കിൽ നമുക്കൊരു വീക്ഷണമുണ്ടായിരിക്കണം, നമ്മുടെ ഗുരുവിനെ കുറിച്ചൊരു സങ്കല്പമുണ്ടായിരിക്കണം നമ്മുടെ ഉള്ളിൽ. അങ്ങനെ സങ്കല്പം ഉണ്ടാകുമ്പോൾ ഇനി ആ പത്മത്തിൽ, മൂലപത്മത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ ആലോചിച്ച് നോക്കുക, പൂന്തേൻ നുകരാനെത്തുന്ന ഒരു മധുമക്കി അല്ലെങ്കിൽ തേനീച്ച
അത് നുകർന്നുകൊണ്ടിരിക്കുമ്പോൾ കാറ്റ് വന്നു എന്ന് വിചാരിക്കുക. കാറ്റത്ത് മധുമക്കി പറന്നു പോകത്തില്ല. എത്ര കാറ്റടിച്ചാലും അവിടെ തന്നെ ഇരിക്കും. കാരണം നുകരുക, മധു നുകരുക എന്ന തൻ്റെ കർമ്മം, ആ കർമ്മം ചെയ്യുമ്പോൾ ആ മധുമക്കിക്ക് ഈ താമരയുടെ കാറ്റിനാലുള്ള ഇളക്കവുമായി ഒരു താതാത്മ്യത്തിലേക്ക് അതെത്തിച്ചേരും. എങ്ങനെയാണോ ഈ താമര ഇളകുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇരിപ്പായിരിക്കും അല്ലെങ്കിൽ സ്ഥിതിയായിരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്തു പോവുക. അങ്ങനെ പോകുമ്പോൾ അത് അതിൻ്റെ കർമ്മം അനസ്യൂതം ചെയ്തുകൊണ്ടിരിക്കും. ഇതേപോലെയാണ് നമ്മൾ സാധകരെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ മൂലപത്മത്തിലേക്ക് നമ്മൾ ഉപവിഷ്ടരാകണമെങ്കിൽ സാധകരിൽ ഇന്ദ്രിയങ്ങളും അതിൻ്റെ വാസനകളുമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. വാസനകളാണ് ഈ കാറ്റ്. വാസനകളാകുന്ന കാറ്റിനെ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തിലൂടെ നമ്മൾ ഒതുക്കിയെടുത്താൽ എങ്ങനെയാണോ മധുമക്കി എത്ര പ്രതികൂല സാഹചര്യത്തിലും അതിൻ്റെ കർമ്മം തേൻ നുകരുക എന്ന അതിൻ്റെ കർമ്മം ചെയ്യുന്നത്, അതേപോലെ ഒരു സാധകനും അവൻ്റെ സാധന ചെയ്യാൻ കഴിയും എത്ര പ്രതികൂല സാഹചര്യം ആയാലും. അതുകൊണ്ട് ആ കർമ്മം സ്ഥിരസ്ഥിതമായെത്തുവാൻ സാധകൻ്റെ മൂലകമലത്തിൽ, മൂലപത്മത്തിൽ വാസനകളാകുന്ന കാറ്റിനെ പ്രതിരോധിച്ചുകൊണ്ട്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് സാധകൻ ഇരിക്കണം എന്ന് അർത്ഥം. അങ്ങനെ അവൻ ഇരിക്കണമെങ്കിൽ അവനൊരു ധാരണ ഉണ്ടാകണം. എങ്ങനെയാണോ തേനീച്ച മധു നുകരുമ്പോൾ ആ പത്മവുമായി ഒരു ധാരണയിൽ പോകുന്നത്, അതുപോലെ ഒരു സ്ഥിരധാരണ ഉണ്ടാകണം അവന്. എന്താണ് ആ സ്ഥിരധാരണ? ഒരു സാധകൻ്റെ സ്ഥിരധാരണ, ഞാൻ ആര്, എനിക്ക് നിത്യസത്യവുമായുള്ള ബന്ധമെന്ത്, ഈ അന്വേഷണമാണ് ഒരു സാധകൻ്റെ ധാരണ. ഈ ധാരണ പരമമായാൽ, സ്ഥിരമായാൽ അവൻ അവിടെ ആ പ്രതികൂല ഇന്ദ്രിയ വാസനകളുടെ പ്രതികൂലമായ കാറ്റിനെ സ്വയം പ്രതിരോധിച്ചുകൊണ്ട് അവന് അതിൽ നിൽക്കാൻ കഴിയും. ഈ ചോദ്യവും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവും തേടലുകളാണ് ഒരു സാധകൻ്റെ ജീവിത യാത്ര. അപ്പോൾ അങ്ങനെ അത് നമുക്കറിയണമെങ്കിൽ നമ്മുടെ വാരസ്യാരമ്മയെ കണ്ടാൽ മതി. വാരസ്യാരമ്മ ഒരുപക്ഷെ എല്ലാവരും കണ്ടിരിക്കാം. സരസ്വതി എസ് വാരസ്യാർ, പൂങ്കുന്നം, തൃശ്ശൂർ. വളരെ പ്രായക്കുറവാണ്, 97 വയസ്സ്. ഇപ്പോഴും തൻ്റെ കർമ്മത്തിൽ അനസ്യൂതമായി തമിഴിൽ ഏതൊക്കെ നല്ല ആത്മീയ കാവ്യങ്ങളുണ്ടോ അതിനെയൊക്കെ തിരഞ്ഞു പിടിച്ച് പരിവർത്തനം ചെയ്യുകയാണമ്മ. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് 14-ാമത്തെ വയസ്സിൽ ഈശ്വര ദർശനമുണ്ടായി. 14-ാമത്തെ വയസ്സിൽ ഈശ്വര ദർശനം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, തൻ്റെ പരദേവതയുടെ മുമ്പിൽ ദീപാരാധനയ്ക്ക് നിൽക്കുമ്പോൾ വലതുവശത്തായി സാക്ഷാൽ ചതുർബാഹു പ്രത്യക്ഷപ്പെട്ടവരെ അനുഗ്രഹിച്ചു. വയസ്സ് 14, ആദ്യവും അവസാനമായി അന്ന് അവരിൽ ഉണ്ടായത് ഭയമാണ്. ഭയമാണ് ചതുർബാഹുവിനെ കണ്ടപ്പോൾ. കാരണം അന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊടുത്തതുപോലെ ഒരു ദിവ്യമായ ചക്ഷുസ് നേരത്തെ അവർ ആർജിച്ചിരുന്നില്ല അത് കാണാൻ. അതുകൊണ്ട് സ്വാഭാവികമായും വാരസ്യാരമ്മയ്ക്ക് ഭയം പിടികൂടി.
ആ ഭയത്തെ മാറ്റി സത്യത്തെ തിരിച്ചറിയുവാൻ, സാക്ഷാൽ ഭഗവാൻ, സാക്ഷാൽ നിത്യസത്യം താൻ എന്താണ്, താൻ എങ്ങനെയാണ് എന്ന് ഈ ലോകത്തോട് പഠിപ്പിക്കാൻ, ലോകത്തോട് പറഞ്ഞു കൊടുക്കുവാൻ ചില അസ്തിത്വങ്ങളെ ഇവിടെ നിയമിച്ചിട്ടുണ്ട് എന്ന സത്യം മനസ്സിലാക്കുവാൻ 71-ാമത്തെ വയസ്സ് വേണ്ടി വന്നു സരസ്വതി വാരസ്യാരമ്മയ്ക്ക്. ആ സത്യം അന്നാണ് അവർ തിരിച്ചറിയുന്നത്. ആ ആത്മീയ യാത്രയുടെ ലെങ്ത് നമ്മളൊന്ന് അളന്ന് നോക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ മുമ്പിലിരിക്കാൻ. 71-ാമത്തെ വയസ്സിൽ ബുദ്ധനുണ്ടായതുപോലെ, ശ്രീനാരായണ ഗുരുവിനുണ്ടായതുപോലെ ബോധോദയം എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന രീതിയിൽ ആ സത്യം അവർ തിരിച്ചറിഞ്ഞു. താനും അതിന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 71-ാമത്തെ വയസ്സിൽ ആ ബോധോദയം ഉണ്ടായി. 97-ാമത്തെ വയസ്സിലാണ് ആ ദർശനം അവർക്ക് സ്ഥിരപ്പെട്ട് കിട്ടുന്നത്. ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരു പക്ഷേ പലരും ആ അമ്മയുടെ സംസാരം കേട്ടിട്ടുണ്ടാകും. അവർ പറഞ്ഞത്, ഈ ലോകത്തോട് എനിക്കിത് പറയാൻ പറ്റില്ല. എങ്ങനെയാണോ നാരായണത്ത് ഭദ്രനെ നാരായണത്ത് ഭ്രാന്തനാക്കിയ ഈ സമൂഹം എന്നെയും അതുപോലെ മുദ്രകുത്തും. സന്തത സഹചാരിയായ ആത്മമിത്രമായ ഡോക്ടറോട് അവർ പറഞ്ഞത് അങ്ങനെയാണ്. അതുകൊണ്ട് ഡോക്ടർ മാത്രം അറിഞ്ഞാൽ മതി. അന്ന് ചതുർബാഹുവായി നിന്ന് ദർശനം കൊടുത്ത നിത്യസത്യം ജീവിതത്തിൽ ഒരു സാധകന് കാണാവുന്ന ഏറ്റവും വലിയ ദർശനം. താൻ നിത്യവും ഉള്ളിലും പുറത്തും സ്നാനം ചെയ്യിക്കുന്ന തൻ്റെ ഗുരുവിൻ്റെ തിരുപാദുകങ്ങൾ, അതിൽ സമർപ്പണം ചെയ്തു പോകുന്ന ഒരു സാധകന് കാണാൻ കഴിയുന്ന ഏറ്റവും പരമോന്നതമായ ദർശനം ആ മഹാഗുരു ആ അമ്മയുടെ പാദസ്നാനം ചെയ്യിക്കുന്ന കാഴ്ച. കൂടെ പോയ 4 പേർ മാത്രമല്ല കണ്ടത്. കണ്ണൂരിരുന്ന ഗിരിധരൻജിയും അത് തന്നെ കണ്ടു. ആസ്ട്രേലിയയിലിരുന്ന അശ്വതിജിയും അത് തന്നെ കണ്ടു. ഈ ബ്രഹ്മാണ്ഡം നിറഞ്ഞു നിൽക്കുന്ന കോൺഷ്യസ്നെസ്സിൻ്റെ അംശങ്ങളെ തിരിച്ചറിയുവാൻ സ്ഥലകാലങ്ങൾ പ്രശ്നമല്ല എന്ന് അടിവരയിട്ട സംഭവം. ആ അമ്മ ഡോക്ടറോട് പറഞ്ഞു, പാദം കഴുകിക്കുന്ന ആ ഗുരുത്വമുള്ള പയ്യൻ ഗുരുപ്രസാദ്ജി, ഇങ്ങനെയാണ് അവർ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ തലയിൽ ഉണ്ണിക്കണ്ണൻ്റെ കൈകൾ മയിൽപ്പീലി ചാർത്തുന്ന ദിവ്യമായ കാഴ്ച ഞാൻ കണ്ടു. ഇതാരോടും പറയല്ലേ എന്ന്. നമ്മളങ്ങനല്ലോ, കണ്ടില്ലെങ്കിലും കണ്ടെന്ന് പറയാനാണ് നമുക്ക് താല്പര്യം. അവർ പറഞ്ഞു, ഈ ലോകത്തോട് ഇത് പറയരുത്. ഈ ലോകം എന്നെ ഭ്രാന്തിയായി നാരായണത്ത് ഭദ്രനായി മുദ്രകുത്തില്ല, നാരായണത്ത് ഭ്രാന്തനായി വീണ്ടും എന്നെ മുദ്രകുത്തും, അതുകൊണ്ട് പറയല്ലേ എന്നാണ് ആ അമ്മ പറഞ്ഞത്. ആ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് പ്രവഹിച്ച ആനന്ദ ബാഷ്പം ഒരു പക്ഷേ ആ ദർശനം കൊണ്ടാണ് ഉണ്ടായത് എന്ന് നമ്മൾ ധരിച്ചാൽ ആ അമ്മയെ നമ്മൾ ചെറുതായി കാണിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇവിടെയാണ് ഒരു സാധകൻ ചിന്തനീയനാവേണ്ടത്. അവിടെ അമ്മയുടെ കാൽ കഴുകുക എന്ന സത്കർമ്മം, പുണ്യകർമ്മം നടക്കുകയാണ്. തൻ്റെ മൂർത്തിയുടെ ദർശനമുണ്ടാകുമ്പോൾ ആ അമ്മ ഭയഭക്തി ബഹുമാനങ്ങളോടെ എഴുന്നേറ്റ് നിന്നിരുന്നെങ്കിൽ ഈ സത്കർമ്മത്തിന് വിഘ്നമുണ്ടാകും എന്ന പരമമായ യാഥാർത്ഥ്യം നമ്മളെ ഗുരു പഠിപ്പിച്ചതുപോലെ സീയിങ് ആസ് എ വിറ്റ്നസർ, ഒരു സാക്ഷിയായി അവർ കണ്ടതുകൊണ്ട് അവർ അങ്ങനെ തന്നെ കൂപ്പുകൈകളുമായി ഇരുന്നു കൊണ്ട് കണ്ണീരിലൂടെ ഭഗവാന് ബാഷ്പാഞ്ജലി, പ്രാർത്ഥനാഞ്ജലി അർപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇത് നമുക്ക് കഴിയണം, ഇത് നമുക്ക് കഴിയണം. അവിടെയാണ് ഒരു സാധകൻ അവൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു എന്ന് പറയേണ്ടത്. അപ്പോൾ അങ്ങനെ 97 വയസ്സിൽ ആ യാത്ര. അപ്പം നമ്മൾ വിചാരിക്കുക എത്രയോ പ്രായം കൂടിപ്പോയി എന്ന്. ഒട്ടും പ്രായമായിട്ടില്ല.
സാധന ശരിയല്ലെങ്കിൽ, സാധന ക്രമമല്ലെങ്കിൽ, സാധന സമർപ്പണ സഹിതമല്ല ചെയ്യുന്നതെങ്കിൽ, സംശയരഹിതമായല്ല സാധന ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ 97 ജന്മങ്ങളെങ്കിലും കടന്നു പോകേണ്ടി വരും. അതുകൊണ്ട് ഒരു സാധകൻ സംശയരഹിതമായി, നിസ്സംശയനായി, സമർപ്പണ ബുദ്ധിയോടുകൂടി നമ്മൾ സാധന ചെയ്താൽ 97 വരെ നമുക്ക് പോകേണ്ടി വരില്ല എന്നുകൂടി ഇത് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ അനുഭവം എന്ന് കുറിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ അമ്മയുടെ അനുഭവം, ഈ അനുഭവത്തെ ദിവ്യത്വമെന്നോ എന്തും നമ്മൾ സങ്കല്പിക്കാം. പക്ഷേ അതിലെല്ലാം ഉപരി ആ സാക്ഷിയായി നിന്നുകൊണ്ട് ഈ മഹത്കർമ്മങ്ങളെ, ദർശനത്തെയും ഈ കാല് കഴിക്കുന്ന കർമ്മത്തെയും ഒരേപോലെ കാണാൻ കഴിയുന്ന മനസ്സിൻ്റെ മനോനിലയാണ് നേരത്തെ പറഞ്ഞ സാധകൻ്റെ മൂലപത്മം. കബീർദാസി പറയുന്നു, മമത കോ തിരക്കർലും ജേ. അങ്ങനെ പഞ്ചതത്വം മിലാവുങ്ക നിർഭയ നിർഗുണ. നിർഭയമായി, നിർഗുണമായി അങ്ങനെ പഞ്ചതത്വങ്ങളെ ഞാൻ കോർത്തിണക്കും, ഞാൻ സമുന്നയിപ്പിക്കും എന്നാണ് നമ്മളോട് കബീർദാസി പറയുന്നത്. പഞ്ചതത്വങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കുള്ളത് ശൗച, സന്തോഷ, തപോ, സ്വാധ്യായ, ഈശ്വര പ്രണിധാനമാണ്. അവിടെ ശൗച ശുചിത്വം. എങ്ങനെയാണ് ശുചിത്വം? ആന്തരിക ശുചിത്വം, ബാഹ്യ ശുചിത്വം, ഉപരിതലവും ആന്തരികവുമായ ശുചിത്വം. അപ്പം നമ്മൾ വിചാരിക്കും ആന്തരിക ശുചിത്വം ആർജിച്ചാൽ ഉപരിതല ശുചിത്വം വരാം, അല്ലേ? പക്ഷേ ആന്തരിക ശുചിത്വം ആർജിച്ചവർക്ക് പിന്നെ ശുചിത്വമേ ഇല്ല. നാരായണത്ത് പത്രം നടന്നതുപോലെ നടക്കും, അതിലാണ് നടക്കുന്നത് പിന്നെ എന്ന്. അപ്പോൾ നമ്മളുടെ കൂട്ടമുള്ള സാധകർ ആദ്യം ചെയ്യേണ്ടത് ഉപരിതല ശുചിത്വമാണ്. എന്ന് പറഞ്ഞാൽ ശരീരത്തിനും മനസ്സിനും ഒരേപോലെ നിർമ്മലത്വം കൊടുക്കുന്ന എല്ലാ ജോലികളും നമ്മൾ ചെയ്തിരിക്കണം എന്നർത്ഥം. വീട് വൃത്തിയാക്കണമെങ്കിൽ അതാകണം. നമ്മുടെ കൂടെ താമസിക്കുന്നവരുടെ വസ്ത്രങ്ങൾ കഴുകി കൊടുക്കണമെങ്കിൽ അതും ചെയ്യണം. കന്നുകാലികളെയാണ് നമ്മുടെ വീട്ടിലുള്ളതെങ്കിൽ അതിനെ കുളിപ്പിക്കണം. പരിസരം വൃത്തിയാക്കണം. ഇതെല്ലാം ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനോനിലയും അതിനനുസരിച്ച് വൃത്തിയുള്ളതായി വരും. അങ്ങനെ വൃത്തിയുള്ള സ്ഥിരസ്ഥിതമായ ഒരു സ്ഥലത്ത് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളുടെ മൂലപത്മം അതിൻ്റെ പൂർണ്ണകായം പ്രാപിക്കും. അങ്ങനെ പ്രാപിക്കുമ്പോൾ നമ്മൾ ഈ ശുചിത്വത്തിൽ അതിൻ്റെ പരമോന്നതി എത്തും. അങ്ങനെ എത്തിയാൽ നമ്മൾ പിന്നെ സന്തോഷിക്കണം എന്ന് പറയുമ്പോൾ സന്തോഷിച്ചാൽ മാത്രം പോരാ, ഉണ്ടാകുന്ന സന്തോഷത്തെ നമ്മൾ ഉൾക്കൊള്ളുകയും വേണം എന്നർത്ഥം. അതെങ്ങനെയാണ് സന്തോഷിക്കുന്നത് എങ്ങനെയാണ്? അതിനെ ഉൾക്കൊള്ളുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം, ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്, ഒരുപാട് സന്തപിച്ചിട്ടുമുണ്ട്. ഇവിടെ സന്തോഷിക്കുന്നവൻ പിന്നെ സന്തപിക്കാൻ പാടില്ല. അത് പ്രധാനമാണ്. എന്തുകൊണ്ട്? നൈമിഷികമായ ഭൗതികമായ കാര്യങ്ങളിൽ സന്തോഷിക്കുന്നവനാണ് സന്താപം കൂടെ വരുന്നത്. നൈമിഷികമല്ല, അനശ്വരമായ കാര്യങ്ങളിലാണ് നാം സന്തോഷിക്കുന്നതെങ്കിൽ സന്തോഷത്തിന് വിപരീതമായി വരുന്നത് ആനന്ദമാണ്, സന്താപമല്ല. അപ്പോൾ സന്തോഷിക്കുന്നവൻ ആനന്ദിക്കുകയും വേണം. അങ്ങനെയുള്ള സന്തോഷം മാത്രമേ നമുക്ക് ഉൾക്കൊണ്ടു പോകാൻ പറ്റൂ. ഇല്ലെങ്കിൽ സന്തോഷിക്കുമ്പോൾ നമ്മൾ ചിരിക്കും, സന്തപിക്കുമ്പോൾ നമ്മൾ കരയും. അങ്ങനെയുള്ള സന്തോഷം നമ്മൾ ആർജിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എൻ്റേത് എന്ന ചിന്ത നമ്മളിൽ നിന്നൊഴിയണം. അഹിംസ ശീലമാക്കണം. അഹിംസ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയും ഞാൻ വെജിറ്റേറിയനാണ്. ഹിംസ എന്നിലില്ല. അല്ലല്ലോ. ഹിംസ എന്നാൽ ചിന്ത പോലും ഹിംസയാണ്. പ്രതിലോമ ചിന്തകൾ പോലും ഹിംസയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏത് നെഗറ്റിവിറ്റിയും
ഹിംസയാണ്. ജീവജാലങ്ങളെ മാത്രം ഹിംസിക്കുന്നതല്ല ഹിംസ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അങ്ങനെയുള്ള അഹിംസ നമ്മൾ പരിപാലിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം അവിടുന്ന് എന്ന ധാരണ നമ്മളിൽ ഊട്ടിയുറപ്പിച്ചാൽ നമുക്ക് സന്തോഷമുണ്ടാകും. സന്തോഷത്തിൻ്റെ വിപരീതമായ ആനന്ദമായിരിക്കും പിന്നെ നമുക്ക് ലഭിക്കുക. അതിനുശേഷം നമ്മൾ തപസ്സിലേക്ക് തിരിയണം. തപസ്സിലേക്ക് തിരിയണം എന്ന് പറയുമ്പോൾ പത്മാസനത്തിൽ കണ്ണുമടച്ച് വർഷങ്ങൾ ഇരിക്കുന്നത് മാത്രമല്ല തപം. നമ്മളിലെ ഊർജഭേദങ്ങളെ നിയന്ത്രിക്കുന്നത് കൂടിയാണ് നമ്മളിലെ തപം. നമ്മളിലെ ഊർജഭേദങ്ങളിലെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മളിൽ ഉണ്ടാകുന്ന ചിന്തകൾ അതുപോലെയാകണം. അതായത് ഗുരുകർമ്മങ്ങൾ സത്യസന്ധമായി ചെയ്യുമ്പോൾ, ഭൗതികകർമ്മങ്ങൾ കർമ്മബന്ധിതനാകാതെ ചെയ്യുമ്പോൾ, അറ്റാച്ച്ഡ് ബട്ട് ഡിറ്റാച്ച്ഡ് എന്ന ഗുരു നമ്മളെ പഠിപ്പിച്ചതുപോലെ നമ്മൾ കർമ്മങ്ങൾ ചെയ്ത് മുൻപോട്ട് വരുമ്പോൾ നമ്മളിൽ ഈ തപം ആരംഭിക്കും. ആ തപം ആരംഭിക്കുന്നത് അങ്ങനെ ആരംഭിച്ച് നമ്മൾ മുൻപോട്ട് വരുമ്പോൾ നമ്മൾ സ്ഥിരമായ ജപം നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കും. ജപം പോലും പലവിധമുണ്ട് എന്നാണ് പറയുന്നത്. നമ്മളിൽ ജപമുണ്ടാകണമെങ്കിൽ നമുക്കറിയാം, നമ്മൾ സാധന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മൾ അവിടെ നിന്ന് വിട്ടുപോകാറുണ്ട്. ഏറെ സമയത്തിന് ശേഷമാണ് ചിലപ്പോൾ നമ്മൾ തിരിച്ചു വരിക. അങ്ങനെ പോലും സംഭവിക്കാറുണ്ട്. അപ്പം ജപം സ്ഥിരമാകണമെങ്കിൽ ജപത്തിൻ്റെ നമുക്കറിയാം, നമ്മൾ ഉദ്ഘോഷിച്ച് ജപിക്കാറുണ്ട്. എന്ന് പറയുമ്പോൾ അയ്യപ്പ ഹരെ പാടുമ്പോൾ കൈകൊട്ടി ബാക്ക്ഗ്രൗണ്ടിൽ ഗഞ്ചറയും ഒക്കെ വെച്ച് തകർത്ത് നമ്മൾ പാടാറുണ്ട്, ഉദ്ഘോഷിക്കാറുണ്ട് നമ്മൾ. അതൊരു രീതിയാണ്, തെറ്റല്ല, അതൊരു രീതിയാണ്. അതേപോലെ മന്ത്രണം ചെയ്യാറുണ്ട്. മന്ത്രണം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾക്ക് കേൾക്കത്തക്ക രീതിയിൽ നമ്മൾ മന്ത്രണം ചെയ്യാറുണ്ട്. ഇനി അധരം, അതായത് മനോജപം നമ്മൾ ചെയ്യാറുണ്ട്. ഇല്ലേ? നമ്മൾ വെറുതെ ഇരിക്കും, നമ്മളുടെ അകത്ത് ജപം നടക്കും. അപ്പോൾ കോശങ്ങളിലൂടെ വന്ന് മന്ത്രണത്തിലൂടെ കടന്നുപോയി മനോജപത്തിലേക്ക് എത്തേണ്ടവനാണ് ഒരു സാധകൻ. മനോജപം അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ അവനിൽ നിശബ്ദത മാത്രമേ ഉണ്ടാകൂ. നാമജപങ്ങൾക്കും അതീതമായ ഒരവസ്ഥയിലേക്ക്. അങ്ങനെയാണ് രമണ മഹർഷി 16 വർഷവും 6 വർഷവും 8 വർഷവും ഒക്കെ ഒരു ഗുഹയിലിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളതിനെ തർക്കിക്കാൻ ചെല്ലുന്നവർ ഓർത്തിരിക്കുക, ശബ്ദകോശങ്ങളിലൂടെ പരിശീലിച്ച് മന്ത്രണത്തിലൂടെ കടന്നു വന്ന് മനോജപത്തിലെത്തി മനോജപത്തിനും അതീതമായ നിശബ്ദതയിലേക്ക് കടക്കുന്ന ഒരാൾക്ക് കാലം പ്രശ്നമല്ല, കാലാതീതമായി അവന് കഴിയാൻ കഴിയും എന്നുള്ളത്. അങ്ങനെയുള്ള ആത്യന്തിക നിശ്ചലതയിൽ തപസ്ഥിരതനാകുകയാണ്. ഇതെല്ലാം വരണമെങ്കിൽ സ്വാധ്യായം ചെയ്യണം, സ്വയം വായിക്കണം, സ്വയം മനനം ചെയ്യണം, അങ്ങനെ ലക്ഷ്യപ്രാപ്തിയിലെത്തണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ശൗചം പാലിച്ചാൽ, സ്വാധ്യായം വരെ എത്തിയാൽ, പിന്നെ സ്വയം പഠനത്തിലൂടെ സ്വാധ്യായം പൂർത്തീകരിച്ചാൽ, ഈ പഞ്ചതത്വങ്ങളും നമുക്ക് മനസ്സിലായാൽ, പിന്നെ കബീർദാസ് പറയുന്നു, ഇംഗല പിംഗല സുഖമെന്നാടീജി ത്രിവേണി പേ ഹം നഹാവുങ്ക. പഞ്ചതത്വങ്ങളെ അറിഞ്ഞാൽ നമ്മളുടെ ഈ ശരീരത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം, ബോധവാന്മാരായിരിക്കും. 72,000 നാഡികളുണ്ട് എന്നാണ് നമ്മുടെ ഈ ശരീരത്തിൽ. 72,000 നാഡികളുണ്ട് എന്നാണ് പറയുന്നത്. ആ നാഡികളെല്ലാം ഉത്ഭവിക്കുന്നത് പ്രധാനപ്പെട്ട 3 നാഡികളിൽ നിന്നാണ്. നട്ടലിൻ്റെ 2 വശത്തുകൂടിയുള്ള, ഇടതുവശത്തുകൂടെയുള്ള ഇടയും വലതുവശത്തുകൂടെയുള്ള പിംഗലയും, അതിന് നടുക്കുകൂടി പോകുന്ന സുഷുമ്നയും. ഈ 3 നാഡികളിൽ നിന്നാണ് സർവ്വനാഡികളും ഉത്ഭവിക്കുന്നത്. ഓർത്തിരിക്കണം, നാഡി ശസ്ത്രക്രിയ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മുടെ ഞരമ്പുകളുടെ
സ്പന്ദനമാണ് നാഡിവെടുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാണുന്നത്. ഞരമ്പുകൾക്കുള്ളിലാണ് നാഡികൾ എന്നാണ് ആത്മീയ ശിക്ഷണം പറയുന്നത്. അപ്പം ആ നാഡികൾ പ്രധാനമായ ഇടപിംഗല സുഷുമ്ന നാഡികളുണ്ട്. ഇടനാടിക്കും പിംഗളനാടിക്കും ഇടയ്ക്കൂടെ പോകുന്ന സുഷുമ്ന നാഡി, ചന്ദ്രനാഡി എന്ന് അറിയപ്പെടുന്ന ഇടയും സൂര്യനാഡി എന്നറിയപ്പെടുന്ന പിംഗലയും അതിന് ഇടയിലൂടെ പോകുന്ന സുഷുമ്നയും പ്രധാന നാഡീ വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഡിയാണ് സുഷുമ്ന. ഇടതുവൃക്ഷണത്തിൽ നിന്നും ആരംഭിച്ച് നാസാരന്ധ്രങ്ങളിലെത്തി പോകുന്നതാണ് ഇട. വലതുവൃക്ഷണത്തിൽ നിന്നും ആരംഭിച്ച് നാസാരന്ധ്രങ്ങളിലെത്തി ഗംഗയിൽ ലയിക്കുന്നു എന്നാണ്, ഓരോ ജലത്തിൽ ലയിക്കുന്നു എന്നാണ് വിശ്വാസം. ഗംഗയിൽ ലയിക്കുന്നതാണ് പിംഗല. എന്നാൽ ഭൂമധ്യത്തിൽ നിന്നും ആരംഭിച്ച് താഴേക്ക് വന്ന് ശരീരത്തിൻ്റെ സകല ഭാഗങ്ങളിലേക്കും വികസിച്ച് ഊർജ തരംഗങ്ങളെ സപ്ലൈ ചെയ്യുന്ന, പ്രദാനം ചെയ്യുന്ന ഏറ്റവും വലിയ നാഡിയാണ് സുഷുമ്ന നാഡി. 45 സെൻറ്റിമീറ്ററോളം നീളമുണ്ട് എന്നാണ് വെയ്പ്പ്. അപ്പോൾ ഈ നാഡീ വ്യവസ്ഥ എന്താണ്? ചാനലുകളാണ്. നമ്മുടെ ഊർജത്തെ, നേരത്തെ പറഞ്ഞ പോലെ ഊർജ തന്മാത്ര പ്രവാഹത്തെ നമ്മുടെ ശരീരത്തിൽ കൃത്യമായി, നമുക്ക് അസുഖമുണ്ടാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഈ രക്തചംക്രമണത്തിൻ്റെ തോത് വ്യത്യസ്തമാകുന്ന ഭാഗങ്ങളിലാണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ശാസ്ത്രം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇതിലൂടെ, ഈ നാഡികളിലൂടെ, ഈ കുഴലുകളിലൂടെ വമിക്കുന്ന ഊർജ തന്മാത്ര പ്രവാഹമാണ് സ്ഥിരത നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അങ്ങനെയുള്ള സുഷുമ്ന നാഡിയുടെയും ചന്ദ്രനാഡിയുടെയും സൂര്യനാഡിയുടെയും ഏകോപിപ്പിക്കലാണ് ശരിക്കും നമ്മൾ സാധനയിലൂടെ, നാഡിയിലൂടെ, അല്ലെങ്കിൽ അതിനെ ഉണർത്തി ഒന്നാക്കി മാറ്റുന്നതാണ് സാധന ലക്ഷ്യമിടുന്നത് എന്നാണ് കബീർദാസ് നമ്മളോട് പറഞ്ഞു തരുന്നത്. അതുപോലെ അങ്ങനെ ഏകോപിപ്പിച്ചാൽ പരമമായ ത്രിവേണിയിൽ നമുക്ക് സ്നാനം ചെയ്യാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. 25 പകട് മാങ്കുംജെ ഏക് ഹി ദോർ ലഗാവുങ്ക നിർഭയ നിർഗുണ. നിർഭയനായി, നിർഗുണനായി നമ്മൾ ഈ പഞ്ചതത്വങ്ങൾ അല്ലെങ്കിൽ പഞ്ചീകരണം, അതാണ് ഗുരു പറയുന്ന വാക്ക്, പഞ്ചീകരണ വ്യവസ്ഥയിൽ ഗുരു പറഞ്ഞു തന്നത് പഞ്ചഭൂതങ്ങൾ ഇല്ലേ? പഞ്ചഭൂതങ്ങളിൽ ഭൂമി, അഗ്നി, ജലം, ഭൂമി, ആകാശം അല്ലെ, അങ്ങനെ വരുന്ന പഞ്ചഭൂതങ്ങളിൽ ഇപ്പം ജലമെടുക്കുകയാണെങ്കിൽ ബാക്കി 4 അവശേഷിക്കും. ഇത് ജലമാണെങ്കിൽ ബാക്കി 4. ജലം അടിസ്ഥാനമാക്കി ഈ 4 നിന്നും 1/4 വീതം എടുത്താൽ 5 ആവും. അങ്ങനെ 5 ഗുണം 5, 5നെയും ബേസ് ആക്കിക്കൊണ്ട് 5 പ്രാവശ്യം എടുക്കുന്നതാണ് 25 പ്രാവശ്യം. അപ്പോൾ ആ പഞ്ചഭൂതങ്ങളെയും 25 വീക്ഷണഗതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആ വീക്ഷണഗതിയിലൂടെ നമ്മൾ കണ്ട് അതിനെ ഒരു പൊതുവായ ചരടിൽ, സാധനയാകുന്ന പൊതുവായ ചരടിൽ നാം ബന്ധിച്ചെടുക്കണം. അങ്ങനെ ബന്ധിച്ചെടുത്താൽ ശൂന്യ ശിഖർ പർ അനാഹത് ബാജേജി രാഗം ചക്തി സുനാവൂങ്ക നിർഭയ നിർഗുണ. ശൂന്യ ശിഖർ എന്ന് പറഞ്ഞാൽ അവ്യാജമായ ഏകാന്തതയുടെ കൊടുമുടിയിൽ, നേരത്തെ പറഞ്ഞ മന്ത്രണങ്ങളുടെ ഏറ്റവും അവസാനത്തെ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ചക്രമൊക്കെ എടുത്താൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ പോയിന്റ്, ആ പോയിന്റിൽ, അവ്യാജമായ ആ ഏകാന്തതയുടെ കൊടുമുടിയിൽ, അവിടെ അനസ്യൂതമായ അനാഹത ശബ്ദം തുടരെ, ഖണ്ഡങ്ങളില്ലാതെ തുടരെ
പ്രതിധ്വനിച്ചുകൊണ്ടേ ഇരിക്കും. ആ അനാഹത ശബ്ദത്തിലേക്ക് ഒരു സാധകൻ എത്തണം. അവനിൽ അത് ഉണരുമ്പോൾ ഒരു വ്യത്യാസമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ചുറ്റിനും കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളും നമ്മൾ കാതുകൊണ്ടാണ് ശ്രവിക്കുന്നതെങ്കിൽ, അതുകൊണ്ടാണ് നമ്മൾ കേൾക്കുന്ന ശബ്ദം ബാക്കിയുള്ളവരും കേൾക്കുന്നത്. ഈ ശബ്ദം നമ്മുടെ തൊട്ടടുത്തിരിക്കുന്നവർക്ക് പോലും കേൾക്കാൻ പറ്റില്ല. കാരണം അത് ബോധം കൊണ്ടാണ് കേൾക്കുന്നത് എന്നുള്ളതാണ് വ്യത്യാസം. നമ്മുടെ അടുത്തിരിക്കുന്ന ആളുകളുടെ ബോധക്കുറച്ചിൽ നമ്മൾ കേൾക്കാറില്ലേ? ശരജി മണിയടി കേൾക്കുന്നു, മണിയൊച്ച കേൾക്കുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെയുള്ള പല ശബ്ദങ്ങൾ പല രീതിയിൽ, കാൽപാദം നടക്കുന്ന ശബ്ദം കേൾക്കുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ശബ്ദങ്ങളും പല കാഴ്ചകളും കാണുന്നവരുണ്ട്. ഇതെല്ലാം ഈ അനാഹത ശബ്ദത്തിൻ്റെ തുടരെയുള്ള ശബ്ദമാണ്. അനാഹത ശബ്ദം ഒരിക്കലും എവിടെ നിന്നും ഉണ്ടായതല്ല, എപ്പോഴും അസ്തമിക്കുന്നതുമല്ല. ഒരിക്കലും അസ്തമിക്കാത്ത, ആദ്യ അന്തമില്ലാത്ത ശബ്ദമാണ് ഈ ഭൂമിയിൽ. അത് പലരും ഓം എന്ന് പറയും, അല്ലെങ്കിൽ അതേപോലെയുള്ള പല ശബ്ദങ്ങൾ പല മതക്കാരും പല രീതിയിൽ പറഞ്ഞേക്കാം. പക്ഷേ ആ അനാഹതമായ ശബ്ദം, ശ്രവണസുഖകരമായ പ്രതിധ്വനികളുള്ള ഈ അനാഹത ശബ്ദം കേൾക്കുന്നിടത്താണ് ഒരു സാധകന്റെ ശരിക്കുമുള്ള മോക്ഷം ഭവിക്കുന്നത്. അങ്ങനെ കാതുകൊണ്ട് ശ്രവ്യമല്ലാത്ത, ബോധം കൊണ്ട് മാത്രം, നിത്യമായ സ്ഥിരസ്ഥിതമായ ബോധം കൊണ്ട് മാത്രം ശ്രവ്യമാകുന്ന ആ പരമമായ ബോധമണ്ഡലത്തിലെ അനസ്യൂതമായ ശബ്ദപ്രവാഹം, അനാഹത ശബ്ദപ്രവാഹം കേട്ടാൽ 36 സ്വരങ്ങളും നമുക്ക് ലയിപ്പിക്കാം. ആ 36 സ്വരങ്ങളുടെയും സ്വർഗീയമായ സ്വർഗാത്മകത പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒഴുക്കിൽ നമുക്ക് പരമമായി ലയിക്കാം. ആ 36 സ്വരങ്ങളുടെയും കമ്പനം ഒരുമിച്ചുണ്ടാകുമ്പോഴുള്ള സ്വർഗീയമായ ആനന്ദം, സ്വർഗീയമായ സംഗീതം നമുക്ക് ശ്രവിക്കുവാൻ കഴിയും. അങ്ങനെ ശ്രവിക്കുവാൻ കഴിയണമെങ്കിൽ ഏ സാധു, ഞാൻ പറയുന്നത് കേൾക്കൂ എന്നാണ് കബീർദാസ് ജി പറയുന്നത്. അങ്ങനെയുള്ള ശബ്ദം കേട്ടവനാണ് ഞാൻ. ആ ഞാൻ ഇതാ കഹത് കബീര സുനോ ഭായി സാധോജി ജീത് നിഷാൻ ഘുരാവുങ്ക നിർഭയ്. എൻ്റെ വിജയത്തിൻ്റെ വെന്നിക്കൊടി ഞാൻ പാറിച്ചു. ഇവിടെ ആ വെന്നിക്കൊടി ഞാൻ പാറിക്കുന്നു. എന്തിനു വേണ്ടി? ഹിമാലയത്തിൽ പോയ ടെൻസിങ്ങും ഹിലാരിയും അവരുടെ ദേശീയ പതാക അവിടെ സ്ഥാപിച്ചത് എന്തിനെന്ന് ചോദിച്ചാൽ, അത് ഏറ്റവും വലിയ ഊർജപ്രവാഹമായി അവരെ ഫോളോ അപ്പ് ചെയ്യുന്നവരിൽ മാറണം എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് സ്വർഗസ്ഥനായ ധ്യാനസ്ഥിതനായ കബീർദാസ് ജിയും നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്ന ആത്മീയ പാതയിൽ ഈ കൊടി നാട്ടിയിട്ടുണ്ട് എന്ന്. ആ കൊടി നമുക്ക് കാണണ്ടേ? കാണണമെങ്കിൽ നമ്മൾ നിസ്തുലമായ, നിസ്സംശയമായി, നിസ്സംശയരഹിതനായി, സമർപ്പണത്തോടുകൂടി ഗുരുപാദുകങ്ങളിൽ സമർപ്പണം ചെയ്ത് നമ്മളുടെ സാധനയുമായി മുൻപോട്ട് പോകുക. ഞാൻ നാട്ടിയ കൊടി നിങ്ങൾക്ക് അഴിച്ച് മറ്റൊരു കൊടി നാട്ടാൻ കഴിയും എന്ന് നമ്മളോട് കബീർദാസ് പറയുന്നു. കബീർദാസ് പറയുന്നു, കഹത് കബീര സുനോ ഭായി സത്, കേൾക്കൂ. എന്താണ്? ജീത് നിഷാൻ, വിജയത്തിൻ്റെ ചിഹ്നം, അത് ഞാൻ നാട്ടിയിട്ടുണ്ട്, നിങ്ങളും കണ്ടോളൂ എന്നാണ്. പ്രിയമുള്ളവരെ, ധ്യാനസ്ഥിതനായിരിക്കുന്ന കബീർദാസ് ജി പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന ഞാൻ പറഞ്ഞാൽ എത്രമാത്രം നിങ്ങളിൽ എത്തും എന്നെനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഈ വാക്കുകളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ശരിയെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഗുരുവിൻ്റെ വാക്യമാണെന്ന് തിരിച്ചറിയുക. എല്ലാം തെറ്റാണെങ്കിൽ, തെറ്റായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ
അതെല്ലാം ഗുരുദാസിൻ്റെ കർമ്മപ്രാരാബ്ധതയുടെ വെളിപാടാണെന്ന് മാത്രം തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം. നമസ്തേ.